ഹലോ മക്കളെ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി വെച്ചാൽ നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ ആയി അല്ലെ. സോ നമുക്ക് എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇനി ഒന്നുകൂടി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് അവസരമാണ് ഈ മോഡൽ എക്സാമിനേഷൻ. സോ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നന്നായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ എന്തായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ എഴുതേണ്ടിയിരുന്ന ആൻസർ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം ഇനി നമുക്കൊരു അവസരം കിട്ടില്ല എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Observe the relation between the first pair and filling the blanks. Halophiles extreme salt condition ആണെങ്കിൽ ഹോട്ട് സ്പ്രിംഗിൽ ജീവിക്കുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോട്ട് സ്പ്രിംഗിൽ ജീവിക്കുന്നത് തെർമോ അസിഡോഫൈൽസ് ആണ്. ഓക്കെ, അപ്പൊ തെർമോ അസിഡോഫൈൽസ് ആണ് അവരുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത, അസ്കോമൈസെറ്റ്സിനെ സാക് ഫഞ്ചായി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ആരാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചായി എന്നറിയപ്പെടുന്നത്? ഇംപെർഫെക്റ്റ് ഫഞ്ചായി എന്നറിയപ്പെടുന്നത് ഡിറ്ററോമൈസെറ്റ്സ് ആണ്. ഓക്കെ, അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റോർഡ് ഫുഡ് ഓഫ് റൊഡോഫൈസെ ഈസ്. റെഡ് ആൽഗെ അഥവാ റൊഡോഫൈസയുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. സോ ദി ആൻസർ ഈസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഫിയോഫൈസ ആയിരുന്നെങ്കിൽ മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ചോദിച്ച റൊഡോഫൈസ ആയതുകൊണ്ട് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the correct answer. The pattern of arrangement of leaves on stem or branch. സ്റ്റെമ്മിലും ബ്രാഞ്ചിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ലീവ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിലോടാക്സി എന്നാണ്. സോ ഓപ്ഷൻ ബി, ഫിലോടാക്സി is the right answer. Next question. Name the stage of prophase 1 in which crossing over occurs. ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ആണ് അല്ലെ ക്രോസിംഗ് ഓവർ. അത് നടക്കുന്നത് എവിടെ വെച്ചെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ പാക്ടിൻ സ്റ്റേജിലാണ്. ഓപ്ഷൻ സി. Next question. The ability of plant to follow different pathways in response to the environment or phases of life to form different kinds of structures is called. പല ചെടികളിലും ജുവനൈൽ ഫേസിലും അഡൽട്ട് ഫേസിലും രണ്ട് തരം ഇലകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുമ്പോഴും കരയിലേക്ക് വരുമ്പോഴും അതിന്റെ ഇലകൾക്ക് വ്യത്യാസം അവർ കാണിക്കാറുണ്ട്. സോ അത്തരത്തിൽ എൻവയോൺമെന്റിനോട് അത് പ്രതികരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലാസ്റ്റിസിറ്റി എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, സോ ഫിഫ്ത്തിന്റെ ആൻസർ പ്ലാസ്റ്റിസിറ്റി എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. വാട്ട് ഈസ് ഡയറ്റോമേഷ്യസ് എർത്ത്? റൈറ്റ് എനി ടു യൂസസ് ഓഫ് ഡയറ്റോമേഷ്യസ് എർത്ത്. ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ ഡയാറ്റംസ് മരിച്ചിട്ട് അതിന്റെ സെൽ വാൾ മണ്ണിൽ വന്ന് വീഴുമ്പോൾ ഒരുപാട് സിലിക്ക കണ്ടന്റ് അതിനകത്ത് പ്രസന്റ് ആയിരിക്കും. അങ്ങനെ സിലിക്ക ഡെപ്പോസിഷൻ ഉണ്ടാകുന്ന മണ്ണിനെയാണ്, കടൽ മണ്ണിനെയാണ് നമ്മൾ ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡയാറ്റംസിനെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് പോളിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്സ്. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് എന്ന് എഴുതിയാലും മതി, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് യൂസസ് ഉള്ള പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. വോൾവോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആൽഗെ. വോൾവോക്സ് ഒരു ആൽഗെ ആണ്. ഓക്കെ, പൈൻ മരങ്ങൾ, പൈനസ് എന്ന് പറയുന്നത് ഒരു ജിംനോസ്പേം ആണ്. സാൽവീനിയ എന്ന് പറയുന്നത് ഒരു ടെറിഡോഫൈറ്റ് ആണ്. ആൻഡ് വോൾഫിയ സ്മോളസ്റ്റ് ആൻജിയോസ്പേം ആണ് വോൾഫിയ. സോ വളരെ ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺജോയിന്റ് ആൻഡ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ്. റേഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല റേഡിയസിലായിരിക്കും സൈലോം ഫ്ലോയും കാണപ്പെടുന്നത്. അപ്പൊ സൈലം ഇതാണെങ്കിൽ ഇതായിരിക്കും ഫ്ലോയം. സോ ദേ ആർ പ്ലേസ്ഡ് ഓൺ ഡിഫറെന്റ് റേഡിയായി. പല റേഡിയസിലായിട്ടാണ് നമ്മുടെ സൈലോം ഫ്ലോയും കാണപ്പെടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സൈലോം ഫ്ലോയും ഒരേ റേഡിയസിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺജോയിന്റ് അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കാര്യം പറഞ്ഞുതരാം. കൺജോയിന്റ് കൂടുതലും കാണപ്പെടുന്നത് സ്റ്റെമ്മിലും ലീഫിലും ആണ് കേട്ടോ. ലീഫിലുമാണ് കൂടുതലും കൺജോയിന്റ് കാണപ്പെടുക. റേഡിയൽ അറേഞ്ച്മെന്റ് കൂടുതലും കാണപ്പെടുന്നത് റൂട്ട്സിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം എനി ടു ഓർഗനൽസ് ഇൻക്ലൂഡ് ഇൻ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്, അടുത്ത ഗോൾഗി അപ്പാരറ്റസ് ആണ്, പിന്നെ നമ്മുടെ വാക്യൂൾ
ആൻഡ് ലൈസോസൈം. ലൈസോസോംസ്. അപ്പൊ ലൈസോസോംസ് വാക്യൂൾ ഗോൾഗി അപ്പാരറ്റസ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. കറക്റ്റ് ഓർഡറിൽ പറയുകയാണെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോംസ്, ഏറ്റവും അവസാനം വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമായിട്ടുള്ള വാക്യൂൾസ്. സോ ഇങ്ങനെയാണ് വരുന്നത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നിങ്ങൾ. വൈ ദീസ് ഓർഗനൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം? എന്തുകൊണ്ടാണ് അവരെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന പേര് അറിയപ്പെടുന്നത്? ബിക്കോസ് അവര് ഫംഗ്ഷൻ ചെയ്യുന്നതിന് കോർഡിനേറ്റഡ് മാനറിലാണ്. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, അതിന്റെ ബാക്കി വേറൊരാൾ ചെയ്യുന്നു, അതിന്റെ ബാക്കി വേറൊരാൾ ചെയ്യുന്നു, അങ്ങനെ. സോ ഒരു കോർഡിനേഷൻ അവർക്കിടയിലുണ്ട്. സോ അതുകൊണ്ടാണ് അവരെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം: ഫങ്ഷൻസ് ഓഫ് ദീസ് ഓർഗനൽസ് ആർ കോർഡിനേറ്റഡ്. അവർ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. വാട്ട് ഈസ് ബുള്ളിഫോം സെൽസ്? ബുള്ളിഫോം സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുള്ളിഫോം സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് എംറ്റി ആയിട്ടുള്ള കളർലെസ് സെൽസ് നമ്മളെ മോണോകോട്ട് ലീഫുകളിൽ കാണപ്പെടുന്നുണ്ട്. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബുള്ളിഫോം സെൽസ് എന്ന് വിളിക്കുന്നത്. ലാർജ് എംറ്റി കളർലെസ് സെൽസ് ഇൻ മോണോകോട്ട് ലീഫ്. അതിന്റെ ഏത് സൈഡിലാ? അഡാക്സിൽ സൈഡിലാണ്. അഡാക്സിൽ സൈഡിലായിട്ട് കാണപ്പെടുന്ന ഈ ലാർജ് എംറ്റി സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ബുള്ളിഫോം സെൽസ്. ഇത് എന്തിനു സഹായിക്കുന്നു? ഹൗ ബുള്ളിഫോം സെൽസ് മിനിമൈസ് വാട്ടർ ലോസ്. അതായത് വാട്ടർ സ്ട്രെസ് ഉള്ള സമയത്ത് ഇത് ആ അഡാക്സിൽ സൈഡിനെ ചുരുട്ടും. അതായത് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കേർവ് ചെയ്യിപ്പിക്കും. ആ കേളിംഗ് സോ ഹെൽപ്സ് ടു കേൾ ലീഫിനെ കേൾ ചെയ്യും. അപ്പോൾ ട്രാൻസ്പിറേഷൻ ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, സർഫസ് ഏരിയ കുറയും. അങ്ങനെ വാട്ടർ ലോസ് കുറയ്ക്കാനാണ് ആക്ച്വലി ബുള്ളിഫോം സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോളി റൈബോസോംസ്? എന്താണ് പോളി റൈബോസോംസ് എന്ന് വെച്ചാൽ അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു mRNA-യിൽ, സപ്പോസ് ദിസ് ഈസ് എൻ mRNA, അതിൽ കുറെ റൈബോസോംസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് പോളി റൈബോസോംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെനി റൈബോസോംസ് അറ്റാച്ച്ഡ് ടു mRNA. ഒരു mRNA-യിൽ ഒരുപാട് റൈബോസോംസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിനാണ് പോളി റൈബോസോംസ് എന്ന് വിളിക്കുന്നത്. മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് പ്രോട്ടീൻ സിന്തസിസ് ആണ് കേട്ടോ. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്നൊക്കെ എഴുതാം. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറേഷൻ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനകത്ത് ആകെ PS1 മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. എന്നാൽ നോൺ സൈക്ലിക്കിനകത്ത് PS1 ഇൻവോൾവ് ആണ്, PS2 ഇൻവോൾവ് ആണ്. ദെൻ ഇവിടെ നോ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. വെള്ളം പൊട്ടുന്ന സ്റ്റെപ്പ് ഇവിടെ ഇല്ല, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. പക്ഷെ ഇപ്പുറത്താണെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഈസ് പ്രസന്റ്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഈസ് പ്രസന്റ്. അടുത്ത സൈക്ലിക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ATP മാത്രമേ പ്രൊഡ്യൂസ്ഡ് ആകുന്നുള്ളൂ. എന്നാൽ നോൺ സൈക്ലിക്കിലെ ATPയും പ്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട്, NADPHും പ്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട്. രണ്ടും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ സൈക്ലിക്കില് ഇലക്ട്രോൺ തിരിച്ചു വരില്ല. ഇലക്ട്രോൺ തിരിച്ചു വരുന്നുണ്ട്. ഇലക്ട്രോൺ ഈസ് സൈക്കിൾഡ് ബാക്ക്. നോൺ സൈക്ലിക്കിൽ ഇലക്ട്രോൺ തിരിച്ചു വരില്ല. ഇലക്ട്രോൺ ഈസ് നോട്ട് സൈക്കിൾഡ് ബാക്ക്. ദീസ് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. നെക്സ്റ്റ്, നെയിം ദ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അനാട്ടമി സീൻ ഇൻ C4 പ്ലാന്റ്സ്. C4 പ്ലാന്റ്സിൽ മാത്രമായി കാണുന്ന ഒരു സ്പെഷ്യൽ അനാട്ടമി ഉണ്ട്. അതിന്റെ പേരാണ് ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി. അപ്പൊ ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത് ഈ C4 പ്ലാന്റ്സ്, C4 ടൈപ്പ് സൈക്കിൾ കാണിക്കുന്ന C4 സൈക്കിൾ കാണിക്കുന്ന ചെടികളിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനോട്ടമിയാണ്. മീസോഫിൽ സെൽസ് മുകളിലും ബണ്ടിൽ ഷീറ്റ് സെൽസ് താഴെയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുന്നത്. മെൻഷൻ എനി വൺ പ്ലാന്റ് ദാറ്റ് ഷോസ് ദിസ് ടൈപ്പ് ഓഫ് ലീഫ് അനാട്ടമി. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാവുന്ന മെയ്സ് ആണ്. ചോളം, മെയ്സ് ഉണ്ട്. സ്വർഗം എന്ന് പറയുന്ന ഒരു നാണ്യവിളയുണ്ട്. സോറി നമ്മുടെ മില്ലറ്റ് കാറ്റഗറി പെട്ടതാണ്. അതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ചോളമായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം, എല്ലാവർക്കും ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് റെസ്പിറേറ്ററി കോഷൻ. കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ് ദ RQ ഓഫ് tripalmitin based on the equation given below. Okay. അപ്പോൾ റെസ്പിറേറ്ററി കോഷ്യന്റ് കാണാനുള്ള ഫോർമുലയാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. RQ വാല്യൂ കാണുന്ന ഫോർമുല RQ is equal to വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾഡ്
divided by volume of oxygen consumed. ഇതാണ് RQ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് RQ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾഡ് 102 ആണ്, ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഓക്സിജൻ യൂട്ടിലൈസ്ഡ് എന്ന് പറയുന്നത് 145 ആണ്. സോ RQ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബിലോ 1 ചെറുതേ വരത്തുള്ളൂ. ആൻഡ് കറക്റ്റ് റൗണ്ട് ആൻസർ 0.7 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ടെക്സ്റ്റിൽ തന്നെ ഉണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എത്തഫോൺ? റൈറ്റ് ഡൗൺ എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് എത്തഫോൺ. എത്തഫോൺ എന്ന് പറയുന്നത് എത്തിലീന്റെ സോഴ്സ് ആണ്. എത്തഫോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എത്തിലീൻ. ആൻഡ് അതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് അഗ്രികൾച്ചറിനകത്താണ് ഒരുപാട് നമ്മൾ എത്തഫോൺ യൂസ് ചെയ്യുന്നത്. നമുക്കിത് ടൊമാറ്റോയിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് വേണമെങ്കിൽ നമുക്ക് എത്തഫോൺ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കുക്കുംബറിലെ കുക്കുർബിറ്റേസെ ഫാമിലിയിൽ ലൈക്ക് വെള്ളരിയിലൊക്കെ ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ, ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബറിലൊക്കെ ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? എത്തഫോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തിന്നിങ് ഓഫ് കോട്ടൺ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല യൂസസ് ഉണ്ട് എത്തഫോൺ കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ അബ്സിസിക് ആസിഡ് ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ? എന്തുകൊണ്ടാണ് ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്? അതായത് സ്ട്രെസ് പീരീഡ് എന്ന് പറയുന്നത് എന്താ? സ്ട്രെസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ, വളരാനുള്ള കണ്ടീഷൻ കറക്റ്റ് അല്ലാത്ത സമയങ്ങൾ, ലൈക്ക് ഭയങ്കര ചൂട്, ഭയങ്കര തണുപ്പ്, അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൗട്ട് കണ്ടീഷൻസ്, അല്ലെ വെള്ളമില്ലാത്ത അവസ്ഥ, ഈ സമയത്തൊക്കെ ഇത് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റയ്ക്ക് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എബ്സിസിക് ആസിഡ്. അങ്ങനെ വരുമ്പോൾ വാട്ടർ ലോസ് കുറയ്ക്കാനും ആ സ്ട്രെസ് പീരീഡ് തരണം ചെയ്യാനും ചെടികളെ അത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ എന്തെന്ന് നമ്മൾ വിളിക്കുന്നത്? ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് സ്ട്രെസ് ഹോർമോൺ. അതുകൊണ്ടാണ് അതിനെ സ്ട്രെസ് ഹോർമോൺ നമ്മൾ വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is placentation? Observe the figures and identify and write the types of placentation seen in the figure A, B, C, D, E. അപ്പൊ 5 ടൈപ്പ് പ്ലാസന്റേഷന് പേര് അങ്ങോട്ട് എഴുതുക, അതാണ് ചോദ്യം. ഇത് ആദ്യം തന്നിരിക്കുന്നത് മാർജിനൽ ആണ്. ഫസ്റ്റ് വൺ ഈസ് മാർജിനൽ. ഓക്കെ, സെക്കൻഡ് വൺ നമുക്ക് തന്നിരിക്കുന്നത് മാർജിനൽ കഴിഞ്ഞാൽ രണ്ടാമത് തന്നിരിക്കുന്നത് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ തന്നിരിക്കുന്നത് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ് കേട്ടോ, ആക്സൈൽ പ്ലാസന്റേഷൻ. മൂന്നാമത് തന്നിരിക്കുന്നത് പരൈറ്റൽ ആണ്. അടുത്തത് ഫ്രീ സെൻട്രൽ. ലാസ്റ്റ് വൺ ഈസ് ബേസൽ. അപ്പൊ എല്ലാം ഫിഗർ തന്നിട്ട് പേര് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. റൈറ്റ് ഡൗൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മൈറ്റോസിസിന്റെയും മിയോസിസിന്റെയും ഡിഫറൻസ് എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മൈറ്റോസിസ് എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ് അല്ലെ, ഇക്വേഷണൽ ഡിവിഷൻ. അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പർ അതുപോലെയുള്ള പുതിയ സെല്ലുകളെ നിലനിർത്താൻ നമുക്ക് ഏത് ഡിവിഷൻ വളരെ അത്യാവശ്യമാണ്? മൈറ്റോസിസ് ഡിവിഷൻ. ഒരു സെല്ലിൽ നിന്ന് 2 സെല്ലുകൾ ഉണ്ടാകുമ്പോൾ ആ 2 സെല്ലിലെയും ക്രോമസോം നമ്പർ സെയിം ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മൈറ്റോസിസ് ഡിവിഷൻ തന്നെ നടക്കണം. മിയോസിസ് ഡിവിഷന്റെ പ്രത്യേകത, അതിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. കാരണം എങ്കിൽ മാത്രമേ ഒരു സെല്ലിൽ നിന്നും ഗമേറ്റ് സെല്ലുകൾ ഉണ്ടാകുമ്പോൾ അതിൽ പകുതി ക്രോമസോം നമ്പർ ആയിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. എങ്കിലേ ആ പകുതിയുള്ള ഒരു ഗമേറ്റും മറ്റൊരു പകുതിയുള്ള ഒരു ഗമേറ്റും കൂടി ചേർന്നിട്ട് വീണ്ടും പഴയ ഒരു ക്രോമസോം നമ്പറുള്ള ജീവിയായിട്ട് അതിന് മാറാൻ സാധിക്കൂ. സോ ആ ക്രോമസോം നമ്പർ തലമുറകൾ അങ്ങനെ തന്നെ നിലനിന്ന് പോകണമെങ്കിൽ ജനറേഷൻ ടു ജനറേഷൻ ക്രോമസോം നമ്പർ സെയിം ആയിട്ട് നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. Next question, how proton gradient is formed across the membrane of thylakoid in the process of ATP synthesis in chloroplast? Give any 3 reasons. നമുക്ക് പറയാം. ഫസ്റ്റ്, നമ്മുടെ തൈലക്കോയിഡിന്റെ അകത്ത് എന്തുകൊണ്ടാണ് H+ കോൺസെൻട്രേഷൻ കൂടുന്നത്, എന്തുകൊണ്ടാണ് പുറത്ത് സ്ട്രോമയിൽ H+ കോൺസെൻട്രേഷൻ കുറയുന്നത്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. H+ കോൺസെൻട്രേഷൻ അകത്ത് കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പ്രോട്ടോളിസിസ് ഓഫ് വാട്ടർ ആണ്. പ്രോട്ടോളിസിസ് ഓഫ് വാട്ടർ, അതായത് വെള്ളം നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് H+ അയോൺ ഉള്ളിലേക്ക് റിലീസ് ചെയ്യപ്പെടും. അത് H+ അളവ് തൈലക്കോയിഡിന്റെ ഉള്ളിൽ കൂട്ടാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് NADP പ്ലസ് പിന്നീട് എന്തായിട്ട് മാറും? NADPH ആയിട്ട് മാറും അല്ലെ. ആ NADPH ആയിട്ട് മാറുമ്പോൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യപ്പെടും? H+ ആഡ് ചെയ്യപ്പെടും. ആ H+ അത് എടുക്കുന്നത് സ്ട്രോമയിൽ നിന്നാണ്. അപ്പൊ സ്ട്രോമയിലുള്ള H+ അളവ് എന്ത് ചെയ്യും? കുറയും. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓരോ ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്നുള്ള സ്ട്രോമയിൽ നിന്നുള്ള H+നെ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും.
കാരണം ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവർ ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്. അപ്പോൾ അയാൾ ഓരോ ഇലക്ട്രോണിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് H+ അയോൺസിനെ സ്ട്രോമയിൽ നിന്നും ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ വെളിയിൽ സ്ട്രോമയിൽ H+ന്റെ അളവ് കുറയുകയും ഉള്ളിൽ H+ന്റെ അളവ് കൂടുകയും ചെയ്യും. ഇങ്ങനെയാണ് വെളിയിലും അകത്തും പുറത്തുമായിട്ട് H+ന്റെ ഡിഫറൻസ് ഉണ്ടാകുകയും ആ ഗ്രേഡിയന്റ് ഫോർമേഷൻ അത് സഹായിക്കുകയും ചെയ്യുന്നത്. ദിസ് എനർജി ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ATP. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ TCA സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ ബേസ്ഡ് ആയിട്ടാണ്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷനിൽ TCA സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത് TCA സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു TCA സൈക്കിൾ നടക്കുന്ന സമയത്ത് 3 NADPH പ്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു NADPH+H+ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ FADH2 ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ATPയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 3 NADPH എന്ന് പറയുന്നത് 9 ATPക്ക് തുല്യമാണ്. ഒരു FADH2 എന്ന് പറയുന്നത് 2 ATPക്ക് തുല്യമാണ്. പിന്നെ ഒരു ATP. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12 ATP ആണ് ഒരു സിട്രിക് ആസിഡ് സൈക്കിൾ വഴി പ്രൊഡ്യൂസ്ഡ് ആകുന്നത്. ഓക്കെ, അതായത് ഒരു പൈരൂവിക് ആസിഡിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലൂക്കോസിനെ പൊട്ടിച്ചാൽ 2 പൈരൂവിക് ആസിഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് 24 ATP പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ടു Krebs cycle. So that is the importance of Krebs cycle. Now list out the key products and key end products. നമുക്ക് കിട്ടുന്ന എൻഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് ഈ റെസ്പിറേഷന്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻ ആയിട്ട്. അത് ഫോം ചെയ്യുന്നത് ഈ പറയുന്ന Krebs cycle നടക്കുന്ന ഒരു സമയത്താണ്. പിന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. NADPH+H+ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നേരത്തെ എഴുതിയതല്ലോ FADH2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ATP അല്ലെങ്കിൽ GTP എന്ന് എഴുതാം, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ നെയിം ദ ലൊക്കേഷൻ വെയർ ദ സിട്രിക് ആസിഡ് സൈക്കിൾ ടേക്സ് പ്ലേസ്. സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ്. മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലാണ് ഈ പ്രോസസ് നടക്കുന്നത്. സോ മൈറ്റോകോൺട്രിയൽ മെട്രിക്സ്. ഓക്കെ, മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലാണ് ഈ പ്രോസസ് നടക്കുന്നത്. ഓക്കെ മക്കളെ, സോ ഇത്രയുമായിരുന്നു ഇതിന്റെ ചോദ്യവും അതിന്റെ ഉത്തരവും. ഓക്കെ, ഇതൊക്കെ തന്നെയാണോ നിങ്ങൾ എക്സാമിന് എഴുതിയത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ അങ്ങനെയെങ്കിൽ ബോട്ടണി പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്ന എക്സാമിനേഷൻ നമുക്ക് എന്തെങ്കിലും ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യണം. സൂപ്പർ ആയിട്ട് എഴുതാൻ വേണം. ഫുൾ മാർക്ക്, അതിൽ കുറഞ്ഞൊന്നും നമുക്ക് വേണ്ട, ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ വേണം. സോ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ബോട്ടണി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സുവോളജി. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാമിന്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ടെൻഷനൊന്നും അടിക്കേണ്ട. ഇനിയിപ്പോൾ എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. അവർക്ക് എന്താണ് നമ്മുടെ ഫൈനൽ എക്സാം നമുക്ക് അടിപൊളിയാക്കാം. നിങ്ങളുടെ കൂടെ തന്നെ ഞാനും നമ്മുടെ മനു സാറും ഉണ്ടാവും. സോ ഡോണ്ട് വെരി. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ബോട്ടണിയുടെ ആൻസർ കീ ഡിസ്കഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സുവോളജിയുടെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഒട്ടും ടൈം കളയാണ്ടടാ, നമുക്ക് എന്താണ് നമ്മുടെ സുവോളജിയുടെ ആൻസർ കീ ഡിസ്കഷനിലേക്ക് പോകാം. യെസ്, ആദ്യം തന്നെ നിങ്ങൾക്ക് ചോദ്യം സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആൻസർ ഇനി 3 questions 1 to 5 ഈച്ച് ക്യാരി 1 score എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ യെസ്, റൈറ്റ് ദ മിസ്സിംഗ് ടേംസ് അല്ലെങ്കിൽ മിസ്സിംഗ് വേർഡ് റെപ്രസെന്റിംഗ് A and B in the sequence of ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് മിസ്സിംഗ് വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ. അപ്പൊ ആദ്യം തന്നെ സ്പീഷീസ് ഉണ്ട്, ജീനസ് ഉണ്ട്. സ്പീഷീസ്, ജീനസ്, അത് കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടത്? ഫാമിലി ആണ് അല്ലെ? ഫാമിലി, അതിനുശേഷം ഓർഡർ, അതിനുശേഷം എന്താടാ പെട്ടെന്ന് പറഞ്ഞോ? യെസ്, ഓർഡർ. ക്ലാസ് കഴിഞ്ഞിട്ടാണ് എന്ത്? ഫൈലം അല്ലെ? ക്ലാസ് കഴിഞ്ഞിട്ട് ഫൈലം, അതിനുശേഷം എന്താണ്? യെസ്, ഫൈലം ഓർ ഡിവിഷൻ എന്ന് വരും. ലാസ്റ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? കിങ്ഡം ഉണ്ട്. അപ്പൊ നമ്മളോട് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് A and B ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഓർഡർ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾക്ക് 1 മാർക്ക് വീണ് കഴിഞ്ഞു. ഇതിൽ ബുദ്ധിമുട്ടായിട്ട് ഒന്നുമില്ലടാ മക്കളെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡർ മാത്രം പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. സോ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, അതിനുശേഷം കിങ്ഡം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യെസ്, നിങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ബയോ മോളിക്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ യെസ്, 2 അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ്? അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. വരയ്ക്കാനില്ലെങ്കിലും
ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇവിടെയുള്ള ഗ്രൂപ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ അമിനോ ആസിഡിനെയും കണ്ടുപിടിക്കുന്നത് അല്ലെ. സോ ആദ്യമായിട്ട് ഏതാണ്? അത് സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് അല്ലെ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് എന്താണ്? നമ്മുടെ ഗ്ലൈസിലാണ് അല്ലെ. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CH3 ഗ്രൂപ്പ് വരുന്ന ഏത് അമിനോ ആസിഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? ദാറ്റ് ഈസ് അലനിൻ. ഇതിലും എന്താണ്? വലിയ ടഫായിട്ടൊന്നുമില്ല. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്ലൈസിനും അതുപോലെ തന്നെ എന്താണ്? അലനിനുമാണ് നമുക്ക് ഇവിടെ എന്തായിട്ടുള്ളത്? ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. പഠിച്ചിട്ടുണ്ടോടാ മക്കളെ? പഠിച്ചിട്ടില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സെക്കൻഡ് പെയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ കോക്സൽ ബോൺ ആണ്, ദാറ്റ് ഈസ് പെൽവിക് ഗേർഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സ്കാപ്പുലയാണ്. സ്കാപ്പുല ഏത് ഗേർഡിലാണ് വരുന്നത്? നമ്മുടെ പെക്ടറൽ ഗേർഡിൽ വരുന്നതല്ലേ? യെസ്. ട്രയാങ്കുലർ ബോൺ അല്ലേ? പെക്ടറൽ ഗേർഡിൽ വരുന്നതാണ് ആരെന്ന് പറഞ്ഞാൽ യെസ് നമ്മുടെ സ്കാപ്പുല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ യെസ് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. എടാ മക്കളെ നോക്കിക്കേ, നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യെസ്, നമ്മളോട് ഒരു ഗ്ലാൻഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഏത് ഗ്ലാൻഡാണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാം, തൈറോയിഡ് ഗ്ലാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. യെസ്, നമ്മുടെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള തൈറോയിഡ് ഗ്ലാൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിന്റെ മേളിലിരിക്കുന്ന ആ ഒരു മാർക്ക് ചെയ്ത എക്സ് ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് മേലെയുള്ളത് ഏതാടാ? നമ്മുടെ പാരാ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അല്ലെ. യെസ്, പാരാ തൈറോയിഡ് ഗ്ലാൻഡ് എന്നാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടടാ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എഴുതാം പാരാ തൈറോയിഡ് ഹോർമോൺ എന്ന് കൊടുക്കാം. പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കാം. സെറ്റല്ലേ? യെസ്, ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1 മാർക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. സിഗ്മോയിഡ് ഷേപ്ഡ് കർവ് ഇസ് ഒബ്റ്റെയിൻഡ് വെൻ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, HB വിത്ത് ഓക്സിജൻ നമ്മൾ ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗ്രാഫിന്റെ പേരെന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലേടാ. യെസ്, നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് എന്തായിട്ട് വരുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ മക്കൾക്ക് എല്ലാവർക്കും ഈ 5 ചോദ്യങ്ങളും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ 6ാമത്തെ ചോദ്യത്തിലേക്കാണ്. യെസ്, അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോടാ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ബോഡി ക്യാവിറ്റി ബേസ്ഡ് ഓൺ ദ സെക്ഷണൽ വ്യൂ ഗിവൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏതാണ്. യെസ്, സ്യൂഡോ സീലോം ഉള്ള ആൾക്കാരാണ് അല്ലെ, അല്ലെങ്കിൽ സ്യൂഡോ സീലോമേറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. കറക്റ്റ് അല്ലേ? യെസ്, സീലോം ഉള്ള ആൾക്കാരുണ്ട്, സീലോം ഇല്ലാത്ത സീലോമേറ്റ്സ് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ആളാണ് സ്യൂഡോ സീലോമേറ്റ്സ് അല്ലെ. പൗച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ചൂസ് 2 ആനിമൽസ് ഫ്രം ദ ലിസ്റ്റ് ഹാവിംഗ് ബോഡി ക്യാവിറ്റി ഷോൺ ബിലോ. ഈ ഒരു സ്യൂഡോ സീലോം ഉള്ള 2 ആൾക്കാരെയാണ് നമുക്കറിയാം. ഒന്ന് നമ്മുടെ അസ്കാരിസ് ആണല്ലേ, പിന്നെ നമ്മുടെ ആൻസൈലോസ്റ്റോമ. ഈ 2 ആൾക്കാരല്ലേടാ സ്യൂഡോ സീലോമേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യവും കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെടാ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം കോഡേറ്റ ഈസ് റെപ്രസെന്റഡ്. കോഡേറ്റയുടെ ആദ്യം തന്നെ യൂറോ കോഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എ ആയിട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂറോ കോഡേറ്റ. നെക്സ്റ്റ് വരുന്ന ഏതാടാ? നമ്മുടെ സെഫലോ കോഡേറ്റയാണ് അല്ലെ. നെക്സ്റ്റ് നമ്മുടെ ഏതാണ്? സെഫലോ കോഡേറ്റയാണ്. ലാസ്റ്റ് ആണ് നമ്മുടെ വേർട്ടിബ്രേറ്റ. ഇനി വേർട്ടിബ്രേറ്റയിൽ വരുന്ന 2 ഡിവിഷൻസ് ആണ്. ഒന്ന് നമ്മുടെ എഗ്നാദ വരുന്നുണ്ട്, അതുകൂടാതെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഏതാടാ? നമ്മുടെ നാത്തോസ്റ്റൊമേറ്റയാണ് അല്ലെ. സോ നമുക്ക് കൊടുക്കാം നമ്മുടെ നാത്തോസ്റ്റൊമേറ്റയാണ് എന്തെന്ന് പറയുന്നത്. യെസ്, നമ്മുടെ അടുത്ത എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് സെക്കൻഡ് സബ് ഡിവിഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ നാത്തോസ്റ്റൊമേറ്റയാണ്. ഇനി 2 എണ്ണവും നമ്മൾ മിസ്സിംഗ് ടേംസ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഗിവ് 1 എക്സാമ്പിൾ ഫോർ യൂറോ കോഡേറ്റ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾ അറിയാം അല്ലെ. നമ്മുടെ അസീഡിയം നമുക്ക് എഴുതാം, അതുപോലെ തന്നെ നമ്മുടെ സാൽപ്പ എഴുതാം, നമ്മുടെ ഡോളിയോളം എഴുതാം. എന്ത് വേണമെങ്കിലും നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം? യെസ്, നമ്മുടെ യൂറോ കോഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോളിയോളം ഒക്കെ കൊടുക്കാം. പക്ഷെ നമ്മളോട് ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിളിലോ 2 എക്സാമ്പിൾ മാക്സിമം നമ്മൾ നിർത്താം. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള പെയേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മുടെ മൊളസ്ക റാഡുല. യെസ്, കറക്റ്റ് ആണ്. മൊളസ്കിന്റെ ഫീഡിംഗ് ഓർഗൻ എന്ന് പറഞ്ഞാൽ റാഡുലയാണ്. ഇനി എന്താണ്? യെസ്, അപ്പൊ ഇത് കറക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? യെസ്, നമ്മൾ ടിക്കറ്റ് കൊടുത്തു. അടുത്തത് ഹെമി കോഡേറ്റ നിഡോബ്ലാസ്റ്റ് അല്ല, നമ്മുടെ സിലിണ്ടറേറ്റ അല്ലെങ്കിൽ നിഡേറിയക്കാണ് എന്തുള്ളത്? നിഡോബ്ലാസ്റ്റ് ഉള്ളത് അല്ലെ, ഹെമി കോഡേറ്റയ്ക്ക് അല്ല. അപ്പൊ അതെന്താണ്? റോങ് ആണ്. പിന്നെ നമ്മുടെ ടീനോഫോറയ്ക്ക് കോംപ്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണ് അല്ലെ. ടീനോഫോറയ്ക്ക് എന്തുണ്ട്? നമ്മുടെ കോംപ്ലേറ്റ്സ് ഉണ്ട്. കറക്റ്റ് ആണ്. ഇനി അടുത്തത് അനലിഡ മാൽപീജിയൻ ട്യൂബ്യൂൾ ആണോ? അല്ല. നമ്മുടെ മാൽപീജിയൻ ട്യൂബ്യൂൾ ഉള്ളത് ആർത്രോപോഡ ഫൈലത്തിലാണ്. കറക്റ്റ് അല്ലേടാ? സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ എയും അതുപോലെ തന്നെ
CU ആണ്. കറക്റ്റ്ലി മാച്ച്ഡ് പെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 ആൻസർ അവിടെ എന്തായാലും വരും. യെസ്. ഇനി നമ്മുടെ ബ്രെയിനിന്റെ പാർട്സ് കൊടുത്തിട്ട് ഏതൊക്കെ അല്ലെ ഫോർ ബ്രെയിനിലാണോ അത് വരുന്നത്, മിഡ് ബ്രെയിനിലാണോ വരുന്നത്, ഹൈൻ ബ്രെയിനിലാണോ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 പാർട്സും അറിയാം. സോ ഏത് വന്നാലും ഒരു വിഷയമല്ല അല്ലെ. ആദ്യം തന്നെ ഫോർ ബ്രെയിനിൽ വരുന്ന ആൾക്കാർ ഒന്ന് നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് വരുന്നുണ്ടടാ. ഒന്ന് നമ്മുടെ എന്ത് വരുന്നുണ്ട്? യെസ്, സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കറിയാം അൺപെയർഡ് ആയിട്ടുള്ള എന്തുണ്ട്? ഡയൻസെഫലോൺ ഉണ്ട് അല്ലെ. അൺപെയർഡ് ആയിട്ടുള്ള ഡയൻസെഫലോൺ വരുന്നുണ്ട്. യെസ്, നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ ഓൾഫാക്ടറി ലോബ്സ് ഉണ്ട് അല്ലെ. പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ ഓൾഫാക്ടറി ലോബ്സ് ഉണ്ട്. ഇത്രയും പാർട്സ് ആണ് നമ്മുടെ ഫോർ ബ്രെയിനിൽ വരുന്നത്. ഇനി നമ്മുടെ മിഡ് ബ്രെയിനിൽ നമുക്കറിയാം എന്തെന്ന് പറഞ്ഞാൽ യെസ്, നമ്മുടെ ഫ്രോഗിന്റെ ബ്രെയിനിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രോഗിന്റെ ബ്രെയിനിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പൊ നമുക്കറിയാം മിഡ് ബ്രെയിനിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം ഒപ്റ്റിക് ലോബ് മാത്രമാണ് ഉള്ളത് അല്ലെ. യെസ്, ഒപ്റ്റിക് ലോബ് മാത്രമാണ് മിഡ് ബ്രെയിനിലുള്ളത്. ഇനി നമ്മുടെ ഹൈൻ ബ്രെയിനിൽ സെറിബെല്ലം ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ ആണുള്ളത്. നമ്മുടെ ഫ്രോഗിന്റെ ബ്രെയിനിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? യെസ്, പാർട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ യെസ് അഗെയിൻ ബയോമോളിക്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റിയാക്ഷൻ ആ ഒരു 6 ക്ലാസ്സസ് എൻസൈം ക്ലാസ്സസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എസ് റെഡ്യൂസ്ഡ് പ്ലസ് എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് ഗിവ് എസ് ഓക്സിഡൈസ്ഡ് പ്ലസ് എസ് ഡാഷ് റെഡ്യൂസ്. ഇപ്പൊ ഇതൊന്ന് ഓക്സിഡൈസ് ആയിട്ടുണ്ട്, ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. സോ ഇവിടെയുള്ള എൻസൈം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓക്സിഡോ റിഡക്റ്റേസ് ആണ്. ഏതാണ്? ഓക്സിഡോ റിഡക്റ്റേസ് ആണ്. അടുത്ത നോക്കിക്കേടാ, എസ് ജി പ്ലസ് എസ് ഡാഷ് ഗിവ്സ് എസ് പ്ലസ് എസ് ഡാഷ് OS പ്ലസ് എസ് ഡാഷ് ജി. അതായത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. വിച്ച് മീൻസ് എന്താണ്? ഇവിടെ വരുന്ന ഗ്രൂപ്പ് ഓഫ് എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫറേസസ് ആണ് ഇവിടെ വരുന്ന ഗ്രൂപ്പ് ഓഫ് എൻസൈം. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. യെസ്, മാച്ച് ദ പ്രോട്ടീൻ ആൻഡ് കോളം എ വിത്ത് ദിയർ ഫംഗ്ഷൻ ഇൻ കോളം ബി ആണ്. ആദ്യം തന്നെ കൊളാജൻ ചോദിച്ചിട്ടുണ്ട്. കൊളാജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഇസ് ഇന്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ് കൊളാജൻ അല്ലെ. ഇനി എന്താണ്? GLUT4 എന്താണ്? ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലേ. സോ ഇറ്റ് ഇനേബിൾസ് ദ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോർമോൺ ആണ്. ഇനി ട്രിപ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മുടെ പാൻക്രിയാസിലുള്ള പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ഇതെന്ന് പറഞ്ഞാൽ ട്രിപ്സിൻ എന്ന് പറഞ്ഞാൽ. ഡൺ. ഇനി അടുത്ത ചോദ്യം, എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അതൊരു RH ഇൻകോമ്പാക്റ്റബിലിറ്റി ഇൻ ഹ്യൂമൻസിന് ഉണ്ടാവുന്ന അസുഖമാണ്. വോട്ട് വിൽ ബി അതിൽ വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? അമ്മയുടെയും കുട്ടിയുടെയും. നമുക്കറിയാം അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, RH നെഗറ്റീവ് ആയിരിക്കും. ഇനി കുട്ടി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? RH പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്? അമ്മ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവും ആയിരിക്കും. അപ്പൊ ഡെലിവറിയുടെ സമയത്ത് നമ്മുടെ അമ്മയുടെ ബ്ലഡ് കുട്ടിയായിട്ടും കുട്ടിയുടെ ബ്ലഡ് അമ്മയായിട്ടും മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അമ്മയുടെ ബ്ലഡ് RH നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അവിടെ ആന്റിജൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ കുട്ടിയുടെ ബ്ലഡ് RH പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ എന്തുണ്ട്? RH ആന്റിജൻസ് ഉണ്ട് അല്ലെ. സോ അത് നമ്മുടെ RH നെഗറ്റീവിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അമ്മയുടെ ബോഡിക്ക് അതൊരു ഫോറിൻ മെറ്റീരിയൽ ആണ് അല്ലെ. സോ അമ്മയുടെ ബോഡി സ്റ്റാർട്ട് സിന്തസൈസിങ് എന്താണ്? യെസ്, നമ്മുടെ ആന്റിബോഡീസ്, ഇതിനെതിരായിട്ടുള്ള ആന്റിബോഡീസ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം കുഴപ്പമൊന്നുമില്ല. ആ ഡെലിവറി കഴിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ഡെലിവറിയുടെ സമയത്ത് എഗെയിൻ ഈ സെയിം കേസാണ് സംഭവിക്കുന്നതെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് അമ്മയുടെയിലേക്കും അമ്മയുടെ ബ്ലഡ് കുട്ടിയിലേക്കും മിക്സ് ആയ എന്താ സംഭവിക്കുക? അമ്മയുടെ ബ്ലഡിൽ ആന്റിബോഡീസ് ഉണ്ട് അല്ലെ. അതായത് ഈ RH-നെതിരായിട്ടുള്ള ആന്റിബോഡീസ് ആണ്. അപ്പൊ അത് കുട്ടിയുടെ മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടീനെ അല്ലെ അത് സിവിയറായിട്ട് ബാധിക്കുക. ജോണ്ടിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരില്ലേ. ചെറിയ കുട്ടിയല്ലേ, അധികം ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. സോ അതിനെയാണ് നമ്മൾ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം തന്നെ അമ്മയ്ക്ക് എന്ത് കൊടുക്കുക? RH ആന്റിബോഡീസ്. അതായത് ഇൻ കേസ് ബ്ലഡ് മിക്സ് ആയാൽ കൂടി അതിനെതിരെയുള്ള ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. സോ നമുക്ക് എന്ത് കൊടുക്കാം? ബൈ അഡ്മിനിസ്റ്ററിങ് എന്ത് ചെയ്യാം? യെസ്, ബൈ അഡ്മിനിസ്റ്ററിങ് anti-RH antibodies to the mother immediately after the delivery of the first child. ഓക്കെ അല്ലേ? യെസ്, ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ്. അപ്പൊ എന്ത് ചെയ്യുക? യെസ്, നമ്മുടെ RH ആന്റിബോഡീസിനെ അഡ്മിനിസ്റ്റർ ചെയ്യാം. ഇനി അടുത്ത കേസാണ് ECG ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ECGയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം ദാറ്റ് ഈസ് ഇലക്ട്രോ
കാർഡിയോഗ്രാം ആണ് ECG എന്ന് പറഞ്ഞാൽ, അല്ലേടാ? ഇനി നമ്മളിവിടെ രണ്ട് വേവ്സിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മളിവിടെ രണ്ട് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓറിക്കുലർ ഡീപോളറൈസേഷനും വെൻട്രിക്കുലർ ഡീപോളറൈസേഷനും ആണ്. അപ്പൊ അതിന്റെ വേവ്സ് നമുക്കറിയാം, PQRS ആൻഡ് T വേവ് 3 എണ്ണം ഉണ്ട്. അതിലെ P വേവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീപോളറൈസേഷൻ ഓഫ് എട്രിയ അല്ലെങ്കിൽ എട്രിയൽ സിസ്റ്റോൾ ആണ്. ഇനി നമ്മൾ QRS പഠിച്ചിട്ടുണ്ട് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ്. ലാസ്റ്റ് വൺ എന്താണ്? T വേവ് എന്ന് പറഞ്ഞാൽ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്. സോ നമ്മളുടെ ഓറിക്കുലർ ഡീപോളറൈസേഷൻ, എട്രിയൽ ഡീപോളറൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? യെസ്, നമ്മുടെ P വേവ് ആണ്. സോ അതിവിടെ കൊടുക്കാൻ പോവാണ്. അടുത്തത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, നമുക്കറിയാം ദാറ്റ് ഈസ് QRS വേവ് ആണ്, അല്ലെ? QRS വേവ് ആണ്. സോ രണ്ട് വേവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മളോട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ ചൂസ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഉണ്ടാവും, ഒന്ന് എന്തായാലും അല്ല. A fall in GFR can activate JG cells to release renin. കറക്റ്റ് ആണല്ലേ? നമ്മൾ റെഗുലേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം. ഒന്ന് ഹൈപ്പോതലാമിക് റെഗുലേഷൻ, പിന്നെ ഒന്ന് നമ്മുടെ JG സെൽസിന്റെ കാര്യം, പിന്നെ ഒന്ന് നമ്മുടെ ANF-ന്റെ കാര്യമാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ആൻജിയോടെൻസിൻ 2 is a vasodilator. അല്ല, എന്താണിത്? വാസോ കൺസ്ട്രിക്ടർ ആണ്. വാസോ കൺസ്ട്രിക്ടർ ആണ്. എന്നാൽ മാത്രമല്ലേ BP കൂടി GFR കൂട്ടുള്ളൂ. GFR കുറയുമ്പോഴാണ് ഇത് റിലീസ് ചെയ്യുന്നത്. സോ എന്താ സംഭവിക്കുക? നമുക്ക് GFR കൂട്ടാൻ ബ്ലഡ് പ്രഷർ കൂട്ടണം. അപ്പൊ വാസോ ഡൈലേറ്റർ ആയിട്ട് കാര്യമില്ല, കൺസ്ട്രിക്ടർ ആണ്. ഇനി നമ്മുടെ ANF-നെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വാസോ ഡൈലേറ്റർ, അല്ലെ? എട്രിയൽ നാട്രിയൂറട്ടറി ഫാക്ടർ. കാര്യം എന്താ? BP കൂടുന്ന സമയത്താണ് ANF റിലീസ് ചെയ്യുന്നത്. BP കുറയ്ക്കണമെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യണം? വാസോ ഡൈലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. ആൻജിയോടെൻസിൻ 2 ഇൻക്രീസസ് GFR എന്ന് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് GFR കുറയുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ആൻജിയോടെൻസിൻ 2 ഉള്ളത്. ഇനി ആൻജിയോടെൻസിൻ 2 ആക്ടിവേറ്റ്സ് എഡ്രിനൽ മെഡുല്ല ടു റിലീസ് ആൽഡോസ്റ്റിറോൺ. എഡ്രിനൽ മെഡുല്ല ആണോ? അല്ല, നമ്മുടെ കോർട്ടെക്സിനെയാണ്. എഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ആൽഡോസ്റ്റിറോണിന്റെ റിലീസ് നടക്കുന്നത്. സോ ഇവിടെ തെറ്റായിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ബിയും ഡിയും നമ്മൾ അതിനെ കറക്റ്റും കൂടി ചെയ്തിട്ടുണ്ട്. യെസ്. അടുത്ത നോക്കിക്കേടാ, നമ്മുടെ റിബ് കേജിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളോട് എയും ബിയും മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ട്രൂ റിബ്സ് ആണ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി എന്താണ്? ഓരോന്നും സിംഗിൾ ആയിട്ട് നമ്മുടെ സ്റ്റേർണോ ആയിട്ടും, മുൻപിൽ സ്റ്റേർണോ ആയിട്ടും ബാക്കിൽ വേർട്ടിബ്രൽ കോളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇത്രയും എണ്ണത്തിന് നമ്മൾ ട്രൂ റിബ്സ് എന്നാ പറയാ. ബാക്കി 8, 9, 10 നിങ്ങൾ നോക്കിക്കേടാ. യെസ്, അത് ഇൻഡയറക്ട്ലി ഒരൊറ്റ എന്താണ് കണക്ഷനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഈസ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് ആണ്. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫാൾസ് റിബ്സ് എന്നാണ് വിളിക്കുന്നത്. കാര്യം ഓരോന്നിനും എന്തില്ല? ഡയറക്ട്ലി കണക്ഷൻ ഇല്ല. ഓക്കെ. വിച്ച് ഹോർമോണൽ ഡെഫിഷ്യൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ? ഒന്ന് നമ്മുടെ ഡയബറ്റിസ് മെലിറ്റസ്. ഏത് എന്താണ് ഏത് ഹോർമോൺ ഇല്ലെങ്കിലാണ് നമ്മുടെ ഡയബറ്റിസ് മെലിറ്റസ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം എന്താണ്? യെസ്, ഇൻസുലിൻ ആണ്. ഇനി നമ്മുടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഏതാണ്? നമ്മുടെ ADH അല്ലെങ്കിൽ വോസോപ്രസിൻ ഇല്ലാത്തൊരവസ്ഥയാണ്. കറക്റ്റ് അല്ലേടാ? വോസോപ്രസിൻ ഇല്ലാത്തൊരവസ്ഥ. യെസ്, നമുക്കറിയാം ഇൻസുലിൻ ആണ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെ? സോ ഇൻസുലിൻ കുറവുള്ള സമയത്താണ് ഡയബറ്റിസ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുക? ഇൻസുലിൻ എടുക്കുക. ഇഞ്ചക്ഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, നമ്മുടെ അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അഗെയിൻ ക്വസ്റ്റ്യൻ ആണ്. പിക്ചേഴ്സ് ഓഫ് 3 animals ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഫൈലം ഓഫ് ദ ആനിമൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് നമ്മുടെ സ്പോഞ്ചസ് ആണ്, വിച്ച് മീൻസ് സ്പോരിഫറൻസ് ആണ്. രണ്ടാമത് ഒരു ഇൻസെക്ട് ആണ്, ഗ്രാസോപ്പർ ആണ്, വിച്ച് മീൻസ് ഇറ്റ് കംസ് അണ്ടർ ദ ഫൈലം ആർത്രോപോഡ. മൂന്നാമത്തത് നമ്മുടെ സ്റ്റാർ ഫിഷ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് കംസ് അണ്ടർ എക്കൈനോഡെർമേറ്റ. കറക്റ്റ് അല്ലേടാ? ഇത് എക്കൈനോഡെർമേറ്റ ഫൈലത്തിലുള്ളതാണ്. ഇനി ഇവരുടെ സിമ്മട്രി ആണ്. നമുക്കറിയാം നമ്മുടെ സ്പോഞ്ചസ്, സ്പോരിഫറൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ അസിമെട്രിക്കൽ. അവരെന്താണ്? യെസ്, അസിമെട്രിക്കൽ ആണ്. ഇനി നമ്മുടെ ആർത്രോപോഡ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ദേ ആർ ബൈലാറ്ററൽ അസിമെട്രി ആണ്. ഇവിടെ എന്തുള്ളത്? ബൈലാറ്ററൽ സിമെട്രി ആണ്. ഇനി നമ്മുടെ സ്റ്റാർ ഫിഷിന്റെ കേസ്, എക്കൈനോഡെർമ്സിന്റെ കേസിലാണെങ്കിൽ ദേ ആർ അവരെന്താണ്? റേഡിയൽ സിമെട്രി ആണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. എന്താണടാ? റേഡിയൽ സിമെട്രി ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടൈഡൽ വോളിയം ആൻഡ് റെസിഡ്യൂൽ വോളിയം. യെസ്, ടൈഡൽ വോളിയം എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന എയറിന്റെ വോളിയം, പുറത്തേക്ക് വിടുന്ന എയറിന്റെ വോളിയം ആണ്. അത് അപ്രോക്സിമേറ്റ്ലി 500 ml ആണ്. പിന്നെ ഒരു ഹെൽത്തി മാൻ എന്താണ്? ഒരു ഇത്ര ഇൻസ്പയറും എക്സ്പയറും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6000 to 8000 ml ഓഫ് എയർ പെർ മിനിറ്റ് ആണ് ഇൻഹേലും എക്സേലും ചെയ്യാൻ പറ്റുന്ന വോളിയം. ഇനി റെസിഡ്യൂൽ എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഫോഴ്സ്ഡ് ആയിട്ട് റെസ്പയർ ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? നമ്മുടെ ലങ്സിൽ കുറച്ച് എമൗണ്ട് ഓഫ് എയർ ബാക്കി നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെ? യെസ്, നോക്കിക്കേടാ. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ. എത്ര ശ്വാസം നമ്മളിങ്ങനെ ഫോഴ്സ് ആയിട്ട് വിട്ട് കഴിഞ്ഞാലും ബാക്കി എന്തുണ്ടാവും? അത് നമ്മുടെ കൊളാപ്സിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്.
അതിന്റെ ആവറേജ് 1100 ml മുതൽ 1200 ml വരെയാണ്. ഇനി ദ വോളിയം ഓഫ് എയർ ഇൻവോൾവ് ഇൻ ബ്രീത്തിങ് മൂവ്മെന്റ്സ് നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? എന്ത് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ്? നമുക്കറിയാം സ്പൈറോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എയറിന്റെ ഇതിനെ നമ്മൾ അളക്കുന്നത് അല്ലെ, എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യൂറിൻ ഫോർമേഷൻ ഈസ് ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ബ്ലഡ് ഫിൽറ്റേർഡ് ബൈ കിഡ്നീസ് പെർ മിനിറ്റ്? ഒരു മിനിറ്റിൽ എത്രയാണ് നമ്മുടെ കിഡ്നീസ് ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡിന്റെ വോളിയം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു 1100 തൊട്ട് 1200 ml വരെയാണ് അത് ഫിൽട്ടർ ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ദ നോർമൽ GFR? നമുക്കറിയാം GFR എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ് അല്ലേ. യെസ്, നമ്മുടെ കിഡ്നീസ് ഒരു മിനിറ്റിൽ എത്ര ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് GFR റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ അത് നോർമലി ഒരു അഡൽട്ട്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ കേസിൽ എത്രയാടാ? നമുക്കറിയാം 125 ml പെർ മിനിറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ 180 ലിറ്റർ പെർ ഡേ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. കറക്റ്റ് അല്ലേ? ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷനെ നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം കംപ്ലീറ്റ് അതൊരു നോൺ സെലക്റ്റീവ് പ്രോസസ്സാണ്. കംപ്ലീറ്റ് എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ചെയ്ത് ആവശ്യമുള്ള സാധനത്തിനെ തിരിച്ച് നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നത്. അല്ലാതെ എന്തൊക്കെ ബ്ലഡിലുണ്ടോ പ്രോട്ടീൻസ് ഒഴികെ ബാക്കി സാധനങ്ങൾ കംപ്ലീറ്റ് എങ്ങോട്ട് പോകുന്നുണ്ട്? നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പോകുന്നുണ്ട്. സോ നമുക്കതിനെ എങ്ങനെ എഴുതാം? യെസ്, അത് അൾട്രാ ഫിൽട്രേഷൻ ആയത് എന്തുകൊണ്ടാണ്? ബ്ലഡ് ഹൈ പ്രഷറിലാണ് ഈ ഒരു 3 മെംബ്രെയിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എൻഡോത്തീലിയം പഠിച്ചിട്ടുണ്ടാവും, ഇടയിലുള്ള ബേസ്മെന്റ് മെംബ്രെയിൻ പഠിച്ചിട്ടുണ്ടാവും, പിന്നെ നമ്മുടെ ഗ്ലോമറുലസിന്റെ, അതാണ് നമ്മൾ ഓൾറെഡി എൻഡോത്തീലിയം പറഞ്ഞത്, പിന്നെ നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ആ ഒരു വോള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ 3 ലെയേഴ്സിലൂടെയും എന്താണ് കറക്റ്റ് ആയിട്ട് അത് ഫൈൻ ആയിട്ട് എങ്ങോട്ട് എത്തുന്നുണ്ട്? നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അതായത് ദാറ്റ് അലൗസ് എന്താണ് ചെറിയ മോളിക്യൂൾസ് ടു പാസ് ത്രൂ. അതായത് നമ്മുടെ പ്രോട്ടീൻസിനെ കാര്യത്തിനൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കി എന്താണ് യെസ് എല്ലാ സാധനത്തിനെയും അത് പാസ് ചെയ്യിക്കുന്നുണ്ട്. സോ അപ്പൊ നമുക്കിവിടെ എന്താ എഴുതാം? യെസ്, ബിക്കോസ് എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്ന? യെസ്, നമുക്ക് എഴുതാം ബ്ലഡ് ഇസ് ഫിൽറ്റേർഡ് ബിക്കോസ് ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് അണ്ടർ ഹൈ പ്രഷർ. ബ്ലഡ് ഇസ് ഫിൽറ്റേർഡ് അണ്ടർ എന്താണ് ഹൈ പ്രഷർ എന്ന് കൊടുക്കാം. ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, നമ്മുടെ ഹൈ പ്രഷറിലാണ് ഫിൽറ്റർ ചെയ്യുന്നത്. ബ്ലഡ് ഇസ് ഫിൽറ്റേർഡ് അണ്ടർ ഹൈ പ്രഷർ. യെസ്, ത്രൂ എന്തിൽ കൂടിയാണ്? ത്രൂ എന്താണ്? ത്രൂ ഫൈൻ ലെയേർഡ് മെംബ്രെയിൻസ്. ത്രൂ ഫൈൻ ലെയേർഡ് membranes. Okay, through fine layered membranes that allows only small molecule. Yes, that allows only small molecules to pass by preventing proteins and blood from entering the Bowman's capsule എന്ന് കൊടുക്കാം. Entering the Bowman's capsule. Okay, yes, here comes the answer for this question. Okay ആണോ? എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് അതിനെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് വിളിക്കാനുള്ള കാര്യം. യെസ്, അങ്ങനെയാണെങ്കിൽ വി ഹാവ് കം ടു ആൻ എൻഡ്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കെമിക്കൽ സിനാപ്സിന്റെ ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ. യെസ്, അതിൽ നമ്മളോട് ABCDEF എല്ലാം ലേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ യെസ് ആക്സോൺ ടെർമിനൽ ആണ് കേട്ടോ. അപ്പൊ എ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? യെസ്, ആക്സോൺ ടെർമിനൽ കൊടുക്കാം. സോ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ബി ചോദിച്ചിട്ടുണ്ട്. ബി നമുക്കറിയാം സിനാപ്റ്റിക് വെസിക്കിൾ ആണ്. സോ ബി ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് സിനാപ്റ്റിക് വെസിക്കിൾ. ഇനി അടുത്തത് സി ചോദിച്ചിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണടാ. സോ സി ഇവിടെ കൊടുക്കുകയാണ്. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് വൺ ഡി കൊടുത്തിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണടാ. സോ ഇവിടെ കൊടുക്കാം എന്താണ്? യെസ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ഇ കൊടുത്തിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ. സോ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് കൊടുക്കാം. അവിടെ എന്ത് കൊടുക്കാം? പോസ്റ്റ് സിനാപ്റ്റിക് യെസ് മെംബ്രെയിൻ എന്ന് മാർക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് ആണ് ദ ഫൈനൽ വൺ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ്. സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് എന്താണ്? യെസ്, നമ്മുടെ റിസപ്റ്റർ ആണ്. സോ അതെന്ത് ചെയ്യാം? റിസപ്റ്റർ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എവിടേക്കാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? യെസ്, മാർക്ക് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ യെസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷന്റെ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യെസ്, അപ്പൊ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ അഷ്ടമി മിസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ.